ഹലോ, അസ്സലാമലൈക്കും. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പശുക്കളടുത്തൊക്കെ പോയ അവിടുത്തെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ കുറച്ച് കുട്ടികളുണ്ട്. കുട്ടികൾ നമ്മളെ കാക്കാൻ്റെ പെങ്ങളെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഓരുണ്ട്. എല്ലാവരും കൂടെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കുറച്ച് നേരം ഫാമിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ കറവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് തീറ്റൊക്കെ നമ്മൾ തന്നെ ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഹസ്ബൻഡ് പാലായിട്ട് സൊസൈറ്റിക്ക് പോവുകയാണ്. അപ്പോൾ അത് 5 മണി വരെ സൊസൈറ്റി ഉള്ളൂ. അപ്പോൾ ഒത്തിരി പാലെത്തണം. അപ്പോൾ ബായിനൊന്ന് വെള്ളം കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. തീറ്റ കൊടുക്കുമ്പോൾ, കാരണം ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തിന് ഒരാൾ അതിൽ തലയിട്ടിക്കാണ്ട് കുത്തി മറിച്ചലും ഭയങ്കര ആക്രാന്തമുള്ളവർക്ക്. അപ്പോൾ തീറ്റയൊക്കെ അളന്നിട്ട് നമ്മൾ തന്നെയാണ് പാകത്തിന് കൊടുക്കൽ. എന്നാലേ ആ കണക്കോണം ആയി കിട്ടുള്ളൂ. ഇവർ കൊടുത്താൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും ചെയ്യും. പിന്നെ ഇതുവരെ അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല. ഏത് പണിക്കാരുണ്ടെങ്കിലും 2 നേരം തീറ്റ നമ്മൾ തന്നെയാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ അത് ഈ പാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്ന പാത്രം അത് 1/2 കിലോ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കണക്കാക്കി കണ്ട ഒരു കുണ്ടൻ പാത്രമാണ്, അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ബായി ഒരു ഭാഗത്തു നിന്ന് കാൽസ്യപ്പൊടിയൊക്കെ അതും കൊടുക്കുന്നുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയതാട്ടോ. 80 രൂപയാണ് ഈ കാൽസ്യത്തിന് 1 കിലോൻ്റെ പാക്കറ്റ്. അതിന് നമുക്ക് 40 രൂപയാണ് സൊസൈറ്റി കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാൽസ്യപ്പൊടി ആയിട്ട് കാൽസ്യമായിട്ട് കൊടുക്കണ്ടേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ആ ഒരു ടിന്ന് വാങ്ങിയാൽ നമുക്ക് ശരിക്കും ഒരു 10 ദിവസത്തിനുള്ള 5 ലിറ്ററിൻ്റെ പിന്നെ ടിന്ന് ആ ബോട്ടിൽ വാങ്ങിയാൽ 5 ലിറ്ററിന് 750-800 രൂപയോളം വരും. കാൽസ്യം പലതും മാറ്റി കൊടുക്കും കേട്ടോ. ഒന്നൊറ്റക്കല്ല കൊടുക്കൽ. ഓസ്റ്റോവിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ വിമറാളും കൂടി കുറച്ച് ചേർക്കണം. അപ്പോൾ അതിൽ നല്ല വില വരും. കാൽപോവറ്റ്, പ്രോമിൽക്ക് എല്ലാം കൊടുക്കും. പിന്നെ കാൽസ്യത്തിന് ഏറ്റവും നല്ലത് ഓസോമിനാണ് കേട്ടോ. ഓസോമിന് നല്ല വില ഉണ്ട്, 1000 സംതിങ് ഉണ്ട്. അതിനൊരു 5 ലിറ്റർ ഉണ്ട് ഇരുന്നൊക്കെ. അപ്പോൾ അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് താങ്ങൂല. പിന്നെ നമ്മൾ ലിവർ ടോണിക്കും കൊടുക്കും കേട്ടോ. ഒരു മാസത്തിലൊരു 5 ലിറ്റർ ലിവർ ടോണിക്കിൻ്റെ ടിന്ന് കൊടുക്കും. അത് ഇടവിട്ട ദിവസങ്ങളിലായിട്ടൊക്കെ അതും കൊടുക്കും. പിന്നെ നമ്മൾ ഫീഡപ്പ് ഈസ്റ്റ് കൊടുക്കലുണ്ട് കേട്ടോ. ഒരാഴ്ച 2-3 ദിവസമായിട്ട് ഫീഡപ്പ് ഈസ്റ്റ് കൊടുക്കും. അതൊക്കെ കൂടി കൊടുത്താലായിട്ട് ഒരു നല്ലൊരു ഉന്മേഷവും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളപ്പം വന്ന കുട്ടികളതാ ഭയങ്കര കുട്ടികളൊക്കെ പുല്ല് തീറ്റിക്കുന്നൊക്കെ ഭയങ്കര തിരക്കിലാട്ടോ. അങ്ങനെ പൊട്ടി തെറിച്ചിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അവർക്കിപ്പോൾ ഇതിങ്ങനെ കാണാതെ കാണണല്ലോ. ഒക്കെ ഈ ഓണപ്പൂട്ടിനൊക്കെ വീട്ടിലേക്ക് വിരുന്നെന്ന കുട്ടികളാണ്. അപ്പോൾ പശുവിനൊക്കെ തീറ്റിക്കണൊക്കെ തിരക്കിലാണ്. പുല്ല് അവിടെ പറിച്ചും ഒക്കെ ചാടി മറിഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ഇട്ടെടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കേസും സുപ്രീമിൻ്റെ കേസും പിന്നെ ഇതാ തേങ്ങാപ്പിണ്ണാക്കാണ് കേട്ടോ കൊടുക്കണം. കേസ് മാത്രം കൊടുത്താൽ നമുക്ക് പശുക്കൾക്ക് ചേന പിടിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കിലോ 2 നേരം കൂടിയിട്ട് 1 കിലോ തേങ്ങാപ്പിണ്ണാക്ക് നമ്മൾ കൊടുക്കും. മില്ലിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങും. ഇല്ല, നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങന്നെ. പിന്നെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ആ ഗോമതിൻ്റെ തീറ്റ നമുക്ക് 1250 രൂപ ഉള്ളൂ കേട്ടോ. അതുണ്ടാകുമ്പോൾ അത് ഒരു നേരം കൊടുക്കലുണ്ട്. ഇപ്പോൾ സൊസൈറ്റിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു ദിവസം ഒരു 1700 റുപ്യോളം നമുക്കൊരു ദിവസം തീറ്റയ്ക്ക് തന്നെ വേണം. 10 പശുക്കളില്ലേ. നമ്മൾ ആ സുഖമില്ലാത്തതിനൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം പ്രസവിച്ചിട്ട് അതിന് മാത്രം ആവാത്ത പശുവില്ലേ. അതിന് കുറച്ചൊരു തീറ്റയും ഇതൊക്കെ ഇങ്ങനെ കൊടുത്ത് അതിനിവിടെ ഇങ്ങനെ നിർത്തിക്ക് തന്നെയാണ്. എങ്ങനെയാണെങ്കിലും നമുക്കൊരു 5 ലിറ്റർ പാൽ നമുക്ക് കൊടുക്കാനുള്ളതും കിട്ടും. പിന്നെ അതിൻ്റെ കുട്ടിക്കുള്ളതും കിട്ടും. കുട്ടി കുറച്ചെങ്കിലും നന്നായിട്ട് ആയിക്കോട്ടെ വെച്ചിട്ട്. അസുഖമൊന്നും മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കാരണം ഒരു ദിവസം ഞാൻ ആ കൗലീഫ് മാറ്റിയിരുന്നു. മാറ്റിക്കാണ്ട് ഇട്ടേക്ക് പശു വീണ് എങ്ങനെ ഉണ്ടാകും. ഒരു 10-15 ദിവസം അതിലങ്ങ് ഒരേ നിർത്തി നിൽക്കണം. അപ്പോൾ ഒന്ന് മാറ്റി കൊടുത്തു നോക്കിയതാണ്. പശു കിടന്നതാ വീണതാ അറിയില്ല. അതിനെ എണീക്കാൻ വയ്യ. പിന്നെയും കൗലീഫുമ്പോൾ തന്നെ നമ്മൾ നിർത്തിയിരിക്കണത്. അപ്പോൾ ഇപ്പോൾ കൊടുത്താൽ ഈ വെട്ടിനല്ലേ പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സങ്കടം. പ്രസവിച്ചൊരു പശുവല്ല, 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ പോണോടത്തോളം പോട്ടെ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെയൊക്കെ അസുഖമൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിട്ടക്കാണ്ട് ഇതാക്കും. നമുക്ക് കാര്യമായിട്ടൊരു പൈസ ഒന്നും ഒരു തരൂല. പിന്നെ അങ്ങനെ ഇതാണ് കേട്ടല്ലേ. ഇതാ കുട്ടിക്കേലും പാല് കുടിച്ചുകൂടെ. കുട്ടി നല്ലൊരു മോര് കുട്ടിയാണ്. കുട്ടിക്ക് ഇപ്പോൾ പിന്നെ നല്ലോണം പാല് കൊടുക്കൊണ്ട് കുട്ടിയൊന്നും ഉഷാറാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 3 മാസം നമ്മൾ ഇവിടെ പിടിച്ച് നിർത്തുക, എന്നിട്ട് കൊടുക്കുന്ന പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഒരു പശു നമ്മൾ പ്രസവിക്കാനായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകലൊക്കെയാണ് പ്രസവമെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശുക്കൾ അധികവും രാത്രിയാണ് പ്രസവിക്കൽ. ഇവിടെ ഉള്ളതൊക്കെ കേട്ടോ. ഏതെങ്കിലും ഒന്നേ പകലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു. കമൻറ്റ് ഞാൻ ഒഴിവാക്കിയതാണ്. ഇത്രയും തലയില്ലാത്തവരൊക്കെ പശുക്കളെ വളർത്തിയിട്ട് എന്തുകൊണ്ടാണ് തൂങ്ങാത്തത് എന്നൊക്കെ.
എന്തിനാ അങ്ങനെയൊക്കെ പറയണത് അല്ലേ? വളർത്തുന്നോല് വളർത്തിക്കോട്ടെ, എന്തിനാ തൂങ്ങണത്? നമുക്കിതിപ്പോൾ എങ്ങനെ ഇപ്പം നിങ്ങളോട് പറയണം? എങ്ങനെ ആയാലും ഇവരുടെയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു 40,000 റുപ്യേൻ്റെ അടുത്ത് നമ്മളെ ലാഭം കിട്ടുന്നുണ്ട്. ബായിൻ്റെതും മറ്റതും പിന്നെ തീറ്റൻ്റെയും പുല്ലിൻ്റെ ഒക്കെ കഴിഞ്ഞ്. പിന്നെ നമുക്കിപ്പോൾ കുറേ പൈസക്ക് ആവശ്യമുണ്ട് വെച്ചിട്ട് എല്ലാം കൂടി പശുക്കതിൽ നിന്ന് കിട്ടുമോ? ഞങ്ങൾക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചിക്കൻ കട ഉണ്ട്, എനിക്കൊരു തുണിക്കട ചെറിയ രീതിയിലുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പശുക്കളോട് പറഞ്ഞാൽ അതൊക്കെ നമ്മളൊരു ജന്മവാസന പറഞ്ഞവരെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കൊണ്ട് നടക്കുന്നത്. പിന്നെ പറഞ്ഞാൽ എനിക്കിതിന് മാത്രം പൈസ ഇതിന് ചിലവായിട്ടില്ല. ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ കൂടെ ക്ഷീരസാഗരം പദ്ധതി കൂടെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. 10 പശുവിന് കിട്ടിയപ്പോൾ 2 ആൾക്കായിട്ടാണ്, 5 പശു എനിക്കും 5 പശു വേറൊരാൾക്കായിട്ടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അങ്ങനെ 1 ലക്ഷം റുപ്യ, അങ്ങനെ 1,4 ലക്ഷം റുപ്യ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലോക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ട് ഓരോ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിക്കൂടെ ഇങ്ങനെ വരും. നമുക്ക് കുറേ പൈസക്ക് ആവശ്യം വെച്ചിട്ട് എല്ലാം കൂടി വരെ അടുത്തുനിന്ന് കിട്ടുമോ? അതുണ്ടാവില്ല. ഇതൊരു ബിസിനസ്സല്ലല്ലേ? ബിസിനസ്സാണെങ്കിലല്ലേ ഇന്ന് ഇത്ര ആണെങ്കിൽ നാളെ എത്ര എന്നുള്ളൂ. ഇത് എന്നും ഒരേ കണക്കിലാണ് ഇതിൻ്റെ ലാഭം നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിമ്മ കിട്ടുന്നത് ഇതിമ്മ കിട്ടും, അല്ലാത്ത നമ്മൾ വേറെ എന്തെങ്കിലും വഴിക്ക് കണ്ടെത്തേണ്ടി വരും. ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കാനൊന്നും കഴിയൂല. അങ്ങനെ ഒരാൾ പറഞ്ഞു. എനിക്കതിൽ പറഞ്ഞതിൽ ഒന്നുമില്ല, പരാതി ഒന്നുമില്ല കേട്ടോ. പറഞ്ഞവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്കത് സൊസൈറ്റിയിൽ പാല് കൊടുത്തുകാണ്ട് നമുക്കത് വിജയിപ്പിച്ചെടുക്കാമെന്ന് കഴിയുന്ന ആർക്കും കരുതണ്ട കേട്ടോ. കാരണം സൊസൈറ്റിയിൽ ഏത് നമ്മൾ തുള്ളി വെള്ളമാവാതെ പാല് കൊണ്ടുപോകുകയാണെങ്കിലും എങ്ങനെയൊക്കെ അറിയാം, രാത്രി പാത്രം കഴുകി കമഴ്ത്തി വെക്കുന്നുണ്ട്. രാവിലെ ആണെങ്കിൽ പിന്നെ അകട് കഴുകാൻ വേറൊരു ബക്കറ്റിൽ വെള്ളം, പിന്നെ വേറെ ഉണങ്ങിയ ബക്കറ്റ്, എന്നിട്ട് ഞാൻ അകട് കഴുകിക്കാണ്ട് തുടക്കാൻ നല്ലൊരു ഉണങ്ങിയ തുണി എടുക്കും. എന്നാലും കാണാം അവിടെ എത്തുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വറ്റൽ പശുക്കളായ ഓല പാലെടുത്ത് കണ്ടാണ് കേട്ടോ സൊസൈറ്റിയിൽ കൊടുക്കൽ. എന്നാലും രാവിലെ ഒരു 42-44 കിട്ടുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ ഒരു 46-48 കിട്ടും. വൈകുന്നേരത്തെ പാലിന് നമുക്ക് പിന്നെ ഫാറ്റ് കുറച്ച് കൂടുതലാണല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രസവിച്ച പശുക്കളെ പാലൊന്നും കൊടുത്തുകാണ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നണില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തി നമുക്ക് നെയ്യായിക്കാണ്ടോ അതിന് വലിയ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള മെഷീനറികളും അപ്പം നമുക്ക് അതിക്ക് പണിക്കാരൊക്കെ വേണ്ടി വരും. പിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണ് കാണിക്കണമെന്ന് വെച്ചാൽ ഒരു 5 ലിറ്റർ പാലൊക്കെ മാറ്റി വെക്കും, 5 ഏറിപ്പോയ 10. എന്നിട്ട് അത് പിന്നെ അതിന് നെയ്യ് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാല് ഫ്രിഡ്ജിൽ പല പാത്രത്തിലായി കണ്ട് ഇന്നത്തെ പാല് നാളെ എടുക്കും, ഫ്രിഡ്ജിൽ വെക്കും. അതിൻ്റെ മേലുള്ള ആ നെയ്യ് പാകിക്കണത് ഇങ്ങോട്ട് പിന്നെ കോരിയെടുത്ത് വെക്കും. പാല് എങ്ങനെ ആയാലും മേലെ അങ്ങനെ കട്ടിയായി നിൽക്കുമല്ലോ, അത് കോരിക്കാണ്ട് വേറൊരു പാത്രത്തിൽ കൊഴിച്ച് വെക്കും. എന്നിട്ട് ബാക്കിയുള്ള പാല് നമ്മൾ കാച്ചിക്കാണ്ട് ഉറയ്ക്കും. അപ്പോൾ അത് തൈരാണ് കിട്ടുക, കട്ടില്ലാത്ത തൈര് കയറും. അപ്പോൾ അങ്ങനെ തൈരായി കൊടുക്കാൻ നമുക്ക് പിന്നെ ഒരു മടിയാണ് കേട്ടോ. കാരണം അങ്ങനെയൊന്നും നമുക്ക് കൊടുത്താൽ അറിയില്ല. പാലാണെങ്കിൽ പാലാ കറന്ന പാട്, തൈരാണെങ്കിൽ അല്ല കട്ടത്തൈര് കൊടുത്താൽ അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, അത് പിന്നെ 2 ദിവസം കൂടി വെച്ചൊന്നുകൊണ്ട് പൊളിപ്പിച്ചിട്ട് അതിക്ക് ഒരു ഇച്ചിരി വെള്ളം കൂടി കൂട്ടിയാണ് അവിടെ അടിച്ചിക്കണം, അത് മോരാക്കും. ഇത് കട്ടി മോരാക്കിയാണ് ഞാൻ കൊടുക്കലാണ്. അപ്പോൾ 20 റുപ്യേൻ്റെ പാക്കറ്റ്, 2 ഗ്ലാസിൻ്റെ പാക്കറ്റിന് 20 രൂപയായി. അങ്ങനെയാണ് വിൽക്കും. എന്നാലും നമുക്ക് ലാഭം, സൊസൈറ്റി കൊടുക്കണേക്കാളും ലാഭം. കാരണം ഈ മോരിന് തന്നെ കിട്ടും സൊസൈറ്റി കൊടുക്കുന്ന പാലിൻ്റെ വില. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിക്കേണ്ട ഒരു 5 ലിറ്ററിന് ഒരു 10 ലിറ്ററിനൊക്കെ നമുക്ക് ഏകദേശം ഒരു 400-500 ഗ്രാമിൻ്റെ അടുത്ത് നെയ്യും കിട്ടും. അപ്പോൾ അത് നെയ്യിന് 500 ഗ്രാമിന് ഞാൻ 600 രൂപ വെച്ചാൽ വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ലാഭം കണ്ടെത്തുക, അതൊക്കെയാണ് പിന്നെ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിലിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഒരു മിൽക്ക് സെപ്പറേറ്റർ വാങ്ങിയാലേ നമുക്ക് നെയ്യും പാലും വേറിരിച്ചിട്ടൊരു മെഷീൻ ഉണ്ടല്ലോ, അതിനൊരു 20,000 രൂപയൊക്കെ വേണം. അതിനിങ്ങനെ കാലങ്ങളായിട്ട് അതാണ് മനസ്സിലുള്ള ആഗ്രഹം. എന്തൊരു പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിലേറെ വലിയ ബുദ്ധിമുട്ട് അപ്പം ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ടൊരു കോയമ്പത്തൂർ പോയാൽ നമുക്ക് 20,000 രൂപക്കൊക്കെ ആ മെഷീനൊക്കെ കിട്ടും. അപ്പം ഞാൻ മെഷീനൊക്കെ വാങ്ങിക്കാണ്ട് പിന്നെ ഏതായാലും ഓൺലൈനിൽ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെയെല്ലാമായിട്ട് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് നെയ്യൊക്കെ വിൽക്കാം. നെയ്യ് ഇപ്പോൾ എത്ര ആണെങ്കിൽ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ഓർഡറാണ് കൊടുക്കാനുള്ള ഓർഡർ പിടിച്ച് വെച്ചേക്കാണ്. ഇന്നത് കഴിഞ്ഞിട്ട് ഇന്ന ആക്കാറിന് കാത്തിക്കണം. നമ്മൾ നെയ്യൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാലും നമ്മുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങും. പിന്നെ കോഴികളുണ്ട്, പിന്നെ കോഴിൻ്റെ വീടൊക്കെ വിട്ടിങ്ങനെ. അപ്പോൾ കോഴിമുട്ടൊക്കെ ആയിട്ട് അതങ്ങനെ ഒരു 10 പിടക്കോഴികളുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഓരോ മുട്ടയ്ക്കായിട്ട് ആരെയും ചോദിക്കണവർക്ക്, ഈ നെയ്യ് ചോദിക്കണവർക്ക് ആ കൂട്ടത്തിലെ മുട്ടയും കൂടെ ഒക്കെ ആയിട്ടൊക്കെ
പിന്നെ കൊണ്ടുപോകും. അപ്പോൾ അതും ഇതിൽ കൂടെ ഒരു ലാഭമാണ്. കോഴികൾക്ക് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു തീറ്റ ഒന്നും കൊടുക്കണില്ല. നമ്മളെ വീട്ടിലുള്ള വേസ്റ്റും പിന്നെ എല്ലാവരും കേടുന്ന അരിയൊക്കെ തരുമ്പോൾ റേഷൻ പിടിയിൽ നിന്നൊക്കെ കിട്ടുന്നവരൊക്കെ കേടുന്ന അരി, ഗോതമ്പ് അങ്ങനെയൊക്കെ തരുമ്പോൾ അതും, പിന്നെ കോഴിത്തീറ്റ ചെറുതാകുമ്പോൾ 2 മാസം കോഴിത്തീറ്റ കൊടുക്കും. ഇപ്പം ഞാൻ മുട്ടത്തീറ്റ കുറച്ച് കൊടുക്കുന്നു. ഒരു രാവിലെ മാത്രം രേസം കൊടുക്കും. കാരണം ഈ ദിവസം മുട്ട കിട്ടോളും കോഴികൾ എന്ന് പറഞ്ഞൊരു ഇതിൽ കണ്ടപ്പോൾ കൊടുത്തു നോക്കട്ടെ. അപ്പോൾ അതിനുള്ള മാറ്റമുണ്ട്. 10 കോഴികൾ മുട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 9 ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമാണ്. നമ്മളെ വീട്ടിലുള്ള മുട്ട അങ്ങനെ കിട്ടുന്നുണ്ട്. ആകെ ഒരു 10-20 കോഴികളുള്ളൂ കേട്ടോ. അപ്പം അതിലൊരു 6 പൂവനും 14 പെടയായിട്ട് അങ്ങനെ. പിന്നെ കുട്ടികളുണ്ട്. കുട്ടികളെ എണ്ണൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ ഇതിൽ കൂടെ ലാഭം കണ്ടെത്തല. ഒന്നിമ്മ കൂടെ തന്നെ നമുക്ക് ജീവിച്ച് പോകാൻ കഴിയൂല. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇട്ടത്. കമൻസുകളാരും തിരഞ്ഞാൽ കാണൂല. ആ കമൻസൊക്കെ ആവശ്യമില്ലാത്ത കമൻസൊക്കെ ഞാൻ അപ്പം തന്നെ റിമൂവ് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. അസ്സലാമു അലൈക്കും.